Matthew, here, give a big round of applause. And next now, we have Arjun Shugan. Next, Amit. Premalula Amal Davis alla Sangeet Pratap. Ini നമ്മുടെ സ്വന്തം ആരായിരിക്കും? ആരാ? നമ്മുടെ കാസർഗോഡിന്റെ സ്വന്തം ഗിരിനപ്പൂർ മമിത. മഹിമ തന്നെ പറഞ്ഞു. ഇനി അടുത്തതായി നമ്മുടെ ജയിക്ക് ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങി ഒരു ബിഗ് സ്ക്രീനിലോട്ടേക്കുള്ള സാറിന്റെ പുതിയ ഒരു മൂവിയാണിത്. അപ്പൊ സാറിന്റെ പേര് വിളിക്കട്ടെ, ഇറ്റ്സ് അംബരീഷ്. ഇപ്പൊ നമ്മൾ ക്രൂവിനെ എല്ലാം പരിചയപ്പെട്ടു, നമുക്കിനി എല്ലാരെയും അറിയാം. ട്രെയിലർ കാണണ്ടേ? ഈ ഒരു എനർജി പോരാ, ട്രെയിലർ കാണണ്ടേ പിള്ളേരെ? അപ്പൊ നമുക്ക് ഇനി ട്രെയിലർ കാണാം. അതിനു മുന്നേ നമുക്കൊന്ന് ചോദിക്കണ്ടേ, എന്താണ് ബ്രോമാൻസ്? സത്യം പറഞ്ഞാൽ എന്താണ് ബ്രോമാൻസ്? എന്താണ് നമ്മൾ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത് ഇതിനകത്ത്? ആർക്കെങ്കിലും പറയാം. ഹലോ താങ്ക് യു ഹായ് ബ്രോമാൻസ് ഒരു ചെറിയ പടമാണ്. ബേസിക്കലി ഒന്നുമില്ല. ഞാൻ എന്റെ ക്യാരക്ടറിന്റെ ഒരു ബിൻഡോ എന്നാണ്, ശ്യാം ഷിൻഡോ ആണ്. അപ്പൊ ചേട്ടൻ തന്നെയാണ്. ശ്യാമിനെ കാണാണ്ടാവും, ഞാൻ അന്വേഷിക്കാൻ ഇറങ്ങും. അല്ല, എന്നിട്ട് ഞങ്ങളെല്ലാരും ഇങ്ങനെ അന്വേഷിക്കാൻ ഇറങ്ങും. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരു ബ്രോമാൻസ് ഉണ്ടാവും. അതാണ് പരിപാടി. എക്സ്പ്ലനേഷൻ ഇനി അച്ഛൻ പറയുന്നതാണ്. ഹലോ, ഇന്നെനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഡേ. കാരണം രോമാഞ്ചം ഇറങ്ങിയിട്ട് 2ാമത്തെ വർഷമാണ് ഇന്ന്. അപ്പോൾ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതിന് ഫെബ്രുവരി മാസം കുറച്ചും കൂടി സ്പെഷ്യലാണ്. കാരണം ബ്രഹ്മയുഗം ഫെബ്രുവരിയിൽ ഇറങ്ങിയത്. അപ്പോൾ ഈ വർഷവും ഫെബ്രുവരിയിൽ റൊമാൻസ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് ചെറിയ പടമൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിയ പടം തന്നെയാണ്. അപ്പോൾ ട്രെയിലർ കണ്ടാലേ നമുക്ക് എന്നിട്ട് ബാക്കി പറയാം. വെറുതെ കഥയും പറഞ്ഞ് നിങ്ങളെ ചളാക്കണ്ടെങ്കിൽ ആവശ്യമില്ല. ട്രെയിലറാണ് അല്ലേ? അപ്പൊ അർജുൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി ട്രെയിലർ
7, 6, 5, 4, 3, 2, 1. Rocking with the best in the business. ആദ്യത്തെ ചോദ്യം നമ്മുടെ സംഗീതത്തിനാണ്. ഒരു കയ്യിലെടുത്ത് സംഗീതത്തിനാണ്. ഞാൻ ഉത്തരം പറയാൻ എണീറ്റല്ല, ഇവരുകളാൻ വേണ്ടി എണീറ്റതാ. പക്ഷെ ഞാൻ ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ, ഉത്തരം പറഞ്ഞു. Okay. ഇതാ. അതിനു മുമ്പ് ഇവരുടെ മക്കളെ സുഖല്ല. ഓ പൊളി. ഞങ്ങളുടെ ആദ്യത്തെ കോളേജ് വിസിറ്റാട്ടോ റൊമാൻസിന്റെ. വന്ന സ്ഥലം തെറ്റിയില്ല. നമ്മുടെ പരിപാടി ഇത് എല്ലാ കോളേജുകളിലും ചെന്ന് കഴിഞ്ഞാൽ കയ്യടി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, ആക്ച്വലി ടോക്ക് പൊളിയാണ്. ഈ കളറിലുള്ള വെടിക്കെട്ട് ഞാൻ ആദ്യമായിട്ടാണ്. സാധാരണ ഈ പരിപാടി മാത്രമല്ല ഉണ്ടാവാറുള്ളൂ. ഇത് കൊള്ളായിരുന്നു. കിടില് ചോദിച്ചു. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. സംഗീത എന്ന പേരിനെക്കാട്ടും നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് അമൽദീപ് സർ. രണ്ട് ഇൻഡസ്ട്രി ചേട്ടനെ വിളിച്ചോട്ടെ. ഇൻഡസ്ട്രിയിലെ രണ്ട് മെയിൻ മേഖലയിലാണ് സംഗീതത്തിനുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ്, രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ്. നമുക്ക് അറിയുകയും ചെയ്യാം that recently he won a state award in editing Little Miss Rotten. So എന്താണ് ഏട്ടന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ വർക്ക്, എഡിറ്റിംഗ് ആണോ ആക്ടിംഗ് ആണോ? ഏറ്റവും ഇഷ്ടം ആക്ടിംഗ് ആണ്, പക്ഷെ എളുപ്പം എഡിറ്റിംഗ് ആണ്. ഓ ഏതാ? അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് ശ്യാം സാറിനോടായാലോ? സാറ് വേണ്ട, ഇവിടെ വേണ്ട. ആർക്കും എല്ലാവർക്കും ഹായ്. നീ ജെ കെയുടെ എക്സ്പെക്ട് വിരൽ കാണിക്കുന്ന റോങ് ആട്ടോ. അതല്ല ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ പടത്തിന് ആണ്. അപ്പൊ എന്താ പറയാ, ഇത്രയോളം പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ രാവിലെ ഉറങ്ങി ഇങ്ങനെ കുറെ ദിവസം പ്രമോഷൻ ചെയ്ത് മടുപ്പിലൊക്കെ വന്ന എല്ലാം ഉറക്കം മാറി. അടിപൊളി, സൂപ്പർ. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ജെക്ക് ജസ്റ്റ് അങ്ങനെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ റൊമാൻസ് മൂവിയിലൂടെ നമുക്ക് ഇതേപോലത്തെ ഒരു ഡയലോഗ് പ്രതീക്ഷിക്കാമോ? ഇല്ല, എന്താ
എന്താ പറയുക, ഇപ്പൊ ഈ ട്രെയിലറിൽ തന്നെ എന്നെ വളരെ കുറച്ചല്ലേ കണ്ടുള്ളൂ. ആ സിനിമയിൽ അങ്ങനെയാണ്. കാരണം ഞാൻ കാണാതാവുകയാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ ഷിൻഡോ എന്നുള്ള എന്റെ ക്യാരക്ടർ കാണാനില്ല. അപ്പൊ കാണാനില്ലാത്ത ആൾ എങ്ങനെയാണ് പഞ്ചിടയിലോ പറയുന്നത്? പക്ഷേ ആദ്യമായിട്ട് ഒരു സാമ്യമില്ലാത്ത വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അങ്ങനെ അത്ര കോമഡി ആണെങ്കിൽ പോലും നമുക്ക് വേറെ കുറച്ച് ലേയേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഈ പടത്തിൽ എല്ലാവർക്കും കുറച്ച് വട്ടുണ്ട്. അത് ഇപ്പൊ ഇവിടെ കണ്ടതുപോലെ തന്നെ പടത്തിൽ ആ വട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു ഫോർ ദാറ്റ് ആൻസർ. ഇനി നമ്മള് മാത്യു ചേട്ടനോട് ചോദിക്കാം. നമ്മൾ മാത്യു ചേട്ടനെ ആക്ച്വലി കണ്ടിട്ടുള്ളത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ വൈബിലൊക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മളത് അല്ലെ എനിക്ക് കൂടി 20-21 വയസ്സൊക്കെ ചേട്ടൻ മാറ്റങ്ങൾ ചേർത്തിട്ടോ. അപ്പൊ മാത്യു, നമ്മൾ കണ്ടു വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വൈബിലുള്ള മാത്യുവിനെ ആണല്ലോ. അതിപ്പോ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കിയ കപ്പ മൂവിയിലാണെങ്കിലും ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൈബ്സിലാണ് നിൽക്കുന്നത്. ഈ ഇപ്പോൾ ബ്രോമാൻസോട്ട് വരുമ്പോൾ നമ്മളുടെ ഗെറ്റപ്പ് ഒക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പൊ അതേ ഗെറ്റപ്പ് നമുക്ക് ബ്രോമാൻസിൽ പ്രതീക്ഷിക്കാമോ? ഒരു ചേഞ്ച്? കുറച്ച് വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. വർക്കാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? വർക്കാവില്ല. മൊത്തത്തിൽ കുറച്ച് ഒരു പെട്ടെന്ന് എടുത്തുകാരി ഓരോ കാര്യങ്ങൾ ഓരോ മണ്ണത്തരങ്ങൾ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഞാൻ. നിങ്ങളെ കുറിച്ച് പറ്റില്ലേ? അപ്പോ കുറച്ച് പരിപാടിയാണ്. എല്ലാവർക്കും വർക്കാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് മൈക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. 2 സെക്കൻഡ്. ഹലോ, ഫെബ്രുവരി 14 പരിപാടി അല്ല. ഫെബ്രുവരി 14 ഞങ്ങളുടെ പടം റിലീസാണ്. ഫെബ്രുവരി സെയിം ഡേ ആണോ? എന്നാൽ ഞങ്ങളുടെ സിനിമ പോയി കാണണം. ഷുവറായിട്ട് കാണും. കപ്പിളായിട്ട് പോകുന്നവര് കപ്പിളായി പോയി കാണണം. അല്ലാത്തവര് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കാണണം. അതും ഇല്ലാത്തവര് ഫാമിലിയുടെ കൂടെ പോയി കാണണം. പ്ലീസ്. താങ്ക് യു. ക്വസ്റ്റ്യൻ. ഈ ട്രെയിലറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ കാസർഗോഡ് സ്ലാങ് ആണല്ലോ മഹിമ സംസാരിച്ചത്. ആൻഡ് ഓൾസോ യു ഹെയിൽ ഫ്രം കാസർഗോഡ്. അപ്പോൾ ഈ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കാൻ സിനിമയിൽ ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് നല്ലപോലെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ്? വാട്ട് മേഡ് യു ചൂസ് ദിസ് മൂവി മോർ? സത്യം പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തല്ല കേട്ടോ. ചൂസ് ചെയ്ത ആദ്യം ADJ എന്റെ കഥ പറയുന്ന സമയത്ത് ഇങ്ങനെ കാസർഗോഡ് പരിപാടി ഇല്ലായിരുന്നു. ഞാൻ ഇന്നായതിനു ശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയതും എന്നോട് കാസർഗോഡ് പറഞ്ഞതും അതിനുശേഷം എന്നോട് പറഞ്ഞത് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കണം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഇവന്റ്സിലൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് എന്റെ കാസർഗോഡ് സ്ലാങ് സംസാരിക്കാൻ പറ്റാറുള്ളൂ. ഇവിടെ ഒരു സിനിമയിൽ ഒട്ടും പറയാൻ പറ്റില്ല. കുറെ പോർഷൻസിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാന് ഇവിടെ കാസർഗോഡ് കൈ പൊക്കിയാർന്നു വന്ന് ഞാൻ കാസർഗോഡ് നിന്റെ കഥ തന്നേരും. ഞാൻ കാസർഗോഡ് ഭാഷ ഞാൻ വിദ്യാലയം എന്റെ തൊട്ടപ്പുറത്ത് മേടിച്ച ചിന്നാലി പിള്ള എങ്ങനെയാണെന്നറിയോ? ഭയങ്കര ഡീസന്റ് പിള്ള. ഞങ്ങൾ തൻവീലല്ലേ മജ്ജാക്കുന്ന പൊട്ടിത്തെറിച്ച പിള്ളേരാണ് ഞങ്ങൾ ലൈഫ് എൻജോയ് ആക്കുന്ന പിള്ളേരുണ്ടായത്. ചെറുക്കത്തിൽ അറിയും നമ്മളെ ദോസ്തല്ലേ കാസർഗോഡത്തെ പിള്ളേർക്ക് പിടിച്ചം കിട്ടാലാണ് അങ്ങനത്തെ പിള്ളേർക്ക് പിടിച്ചം കിട്ടാല നമ്മളൊന്നും അല്ലെ? അല്ലെങ്കിൽ ടീച്ചർമാർക്ക് പിടിച്ചം കിട്ടുന്നില്ല പിള്ളേർ. പിന്നല്ലേ ഫുള്ള് ബേജാറ് തന്നെയാണ്.
എന്താണ് മച്ചാ കൊച്ചിനാരുണ്ട് പിന്നെ കാസർഗോഡ് അങ്ങനെ ഞങ്ങളൊക്കെ ചകലേ ഉണ്ട്. കാസർഗോഡ് നല്ല ചിക്കൻ ഫ്രൈ കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസർഗോഡ്. അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത് നമുക്ക് അർജുന ചോദിക്കാം. Arjun is very much known for your mannerism and the expression that you give out in the movies. ഇപ്പൊ രോമാഞ്ച മൂവിയിലാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും ഒരു വെറൈറ്റി ക്യാരക്ടർ നമുക്ക് കാണാം. സാറിലൂടെ അത് നല്ലപോലെ നമുക്ക് എക്സ്പ്രസീവ് ആയിട്ട് കാണാം. സാർ പോയി സിനിമ ചൂസ് ചെയ്യുമ്പോൾ അതിലെ കഥ നോക്കിയിട്ടാണോ അതോ കഥാപാത്രം നോക്കിയിട്ടാണോ? എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? രണ്ടും നോക്കുന്നുണ്ടെങ്കിൽ കാരണം കഥ നന്നായി മാത്രമേ ആൾക്കാരെ വെറുതെ നോക്കി കഥാപാത്രം മാത്രം നോക്കിയാൽ വീട്ടിൽ കൊടുത്തിരിക്കേണ്ടി വരും. എന്താ അത് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഒരു ഡൗട്ട് എന്റെ അടുത്ത് ഇംഗ്ലീഷിലും മലയാളത്തിൽ സംസാരിച്ചു അങ്ങനെയൊന്നുമില്ല. ആ എക്സ്പ്രഷൻ രോമാഞ്ചത്തിൽ എക്സ്പ്രഷൻ എന്ന് കന്നഡ കാണോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമുക്ക് അംബരീഷനോട് ചോദിച്ചാലോ കഥകൾ? ഇതല്ലോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സംഭവം കോളേജിലും സ്റ്റേജിലും പിന്നെ ടീച്ചേഴ്സിന്റെ മുനിസിപ്പാലിറ്റി കുറച്ചൊരു പേടിയുണ്ട്. സ്വാഭാവികമായും അത് കാരണം ഞാൻ അങ്ങോട്ടൊക്കെ മാറി ഇവിടെയൊക്കെ സംസാരിച്ചു. അപ്പൊ ആ പേടി മാറ്റാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒരു കൈ തരുമോ? ഇല്ലെങ്കിലേ നാളെ ഇവർ അവിടെ പോയി പറയും ആ ചെക്കന് വലിയ ആൾക്കാരൊന്നും ഇല്ല, ആൾക്കാരെ നാളത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പടത്തിലോട്ട് വരുന്നത് ഈ പടത്തിന്റെ ഒരു ആക്സിഡന്റ് മേഖല അല്ലെങ്കിൽ ഒരു പകുതി കഴിഞ്ഞിട്ടാണ് ഈ പടത്തിലോട്ട് വരുന്നത്. കാരണം ഇവര് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. നിങ്ങൾ അറിഞ്ഞാണില്ല? അറിഞ്ഞില്ല? അത് ഞാൻ പറയാം. അപ്പോ സ്വാഭാവികമായും ഞങ്ങളുണ്ടാക്കിയ ആക്സിഡന്റ് അല്ലല്ല ഇവരുണ്ടാക്കിയ അപ്പോ നമ്മളിത് ഞാൻ സിനിമയിൽ വരണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നോ യാതൊരു ആഗ്രഹമില്ലാണ്ട് വീട്ടില് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നതും അത് റീച്ച് ആകുന്നതും ADG എന്നെ ഡയറക്ടർ എന്നെ വിളിക്കുന്നതും. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ സിനിമയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, ആക്ഷൻ പരിപാടി നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ആക്സിഡന്റ് കഴിഞ്ഞ നാട്ടിലൊക്കെ സംസാരം നമ്മൾക്ക് പരിപാടിയൊന്നുമില്ല, സിനിമാക്കാർ നമ്മൾ വണ്ടി എടുത്ത് ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് കരുതിയത്. ആ സിനിമയിലോട്ട് തന്നെ തിരിച്ചെനിക്ക് പിന്നെ വരാൻ ഒരു ഭാഗമായതിൽ ഞാൻ സർപ്രൈസ്ഡാണ്. കാരണം തിയേറ്ററിലും ടിവിയിലും കണ്ടു പറഞ്ഞ മുഖങ്ങള് ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക നോർമലി സാധാരണക്കാരൻ എന്ന നിലയിൽ ഭയങ്കര സർപ്രൈസ്ഡാണ് ഇവരോട് അഭിനയിക്കാൻ പറ്റുന്നതും. കാരണം ഇവർ ഒരുപാട് കാര്യങ്ങൾ നീ ഇരിക്കുന്നവരൊന്നും അല്ലടാ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പൊട്ടൻഷ്യലും ടാലന്റും മറ്റുള്ളവരെ എങ്ങനെ എൻകറേജ് ചെയ്യുക അല്ലെ മറ്റുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെ സപ്പോർട്ട് എന്തോ മതിയണം. അപ്പോ ആ ഒരു ടെൻഷന്റെ പേരിലാണ് സംസാരിച്ചു പോകുന്നത്. അപ്പൊ കോട്ടയംകാരുണ്ടോ? നിങ്ങൾക്ക് കോട്ടയംകാരൻ ഒന്നൊന്നും ഉറക്കെ പറഞ്ഞു. കോട്ടയംകാരുണ്ടോ? സർ പോലെ 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 ഒരു നല്ലൊരു ഡാൻസർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരു 2 സ്റ്റെപ്പ് ഞാൻ കണ്ട 2 സ്റ്റെപ്പ് പാട്ട്
അംബരീഷിന്റെ 100 മില്യൺ കടന്ന റീലിന്റെ പാട്ടാണ്. കണ്ടിട്ടുണ്ടാവും. സ്റ്റെപ്പ് കളിക്കുന്നുണ്ട്. അമ്പോ അമ്പോ അമ്മ ഭയങ്കര അലമ്പ. കുറച്ചേരം ഇവിടെ സഹിച്ചാൽ കേട്ടോ. സോറി, നമ്മള് പിള്ളേര് നിങ്ങൾ ഗസ്റ്റ്. 2 സെക്കൻഡ്. സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റി 2 വാക്കിട്ട് പറയാം. കാറിനെ പറ്റി എന്താ? കാറ് BMW ആണ്. കാറ് എന്താ പറയുന്നത്? കൊറേ കൊതിച്ചെടുത്ത ഇല്ലില്ല. ഞാൻ 4 കാറുണ്ട് കേട്ടോ. എന്റെ പൊന്ന് വേറെ എന്തെങ്കിലും പറ. ഇൻകം ടാക്സ് ആര് പറന്നെത്തും വീട്ടിലേക്ക്. നമ്പർ മമ്മൂക്കയുടെ നമ്പർ കൊതിച്ച് എടുത്താണ് 9369. പിന്നെ ഇതൊരു സ്വപ്നമായിരുന്നു. ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാറ് മേടിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടി. അപ്പൊ നമുക്ക് അമ്പൂന്റെ ഡാൻസ് ഉണ്ടല്ലോ, അത് വെറുതെ ചവറാക്കണ്ട. നമുക്ക് ഡാൻസ് കണ്ടാലോ? എതുകുല കാമ്പോജി. നിന്റെ എതുകുല കാമ്പോജിനെ ഞാൻ പാട്ട് 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 മാറി. ശരിക്കും പൊളിയുന്നുണ്ടാവൂലേ? മെയിനായിട്ട് വേണോ? ഇടുവാ പാട്ട്. ഇട്ടാ റിയാക്ഷൻ ഇടാം, അല്ലാണ്ട് ഇട്ടിട്ട് കാര്യമില്ല. എന്താ റിയാക്ഷൻ ആണ്? അതാണോ എതുകുല കാമ്പോജി കാണിക്കാൻ പറഞ്ഞെന്താ? നിന്റെ എതുകുല കാമ്പോജി. എതുകുല കാമ്പോജിയുടെ കൃഷ്ണ അവിടെ ഉണ്ട്. കൃഷ്ണമണിയുടെ സ്റ്റെപ്പ്